അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ അവസാനത്തെ വെള്ളിയാഴ്ച പകലും വളരെ പവിത്രമേറിയ ഈ രാവിലും പകലിലുമൊക്കെയായിട്ട് നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട 3 സ്വലാത്തുകളാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ ഈ 3 സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാനുള്ള നല്ല നീയത്തോടു കൂടെ ചൊല്ലുക ഇൻഷാ അള്ളാഹ്. ഇന്നത്തെ രാവിലും പകലിലുമൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയ്യത്തുകളൊക്കെ എഴുതി അറിയിക്കുക. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 3 സ്വലാത്തുകൾ നമുക്കൊക്കെ പരിചയമുള്ള 3 സ്വലാത്തുകളാണ്. എനിക്കെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ലഭിച്ച സ്വലാത്താണ്. പല ആളുകൾക്കും നമ്മളിത് പറഞ്ഞു കൊടുത്ത് ചൊല്ലാൻ വേണ്ടി പറയുകയും അവർ ചൊല്ലിയിട്ട് അവർക്കും അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്രമേൽ പവിത്രതയുള്ള ആ 3 സ്വലാത്തുകളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ചുരുങ്ങിയത് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ടൊരു 100 സ്വലാത്തെങ്കിലും ചൊല്ലണം. 300 ഏറ്റവും നന്നായി എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടെ തന്നെ നിങ്ങൾ ചൊല്ലുമെന്ന പ്രതീക്ഷയിലാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് പകലെന്നൊക്കെ പറയുമ്പോൾ ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള സന്ദർഭവും സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഇബാദത്തുകളിലും പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകണം. നമ്മൾ ആദ്യമായിട്ട് പറയുന്ന സ്വലാത്ത് നമുക്കൊക്കെ അറിയാം, സ്വലാത്തുൽ ഫാത്തിഹാണ്. ഇനി ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വളരെ അക്ഷരശുദ്ധിയോടുകൂടെ തെറ്റുകൂടാതെ നല്ല ക്ലാരിറ്റിയിൽ ചൊല്ലണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ക്ലിയറുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇമേജ് അതിൻ്റെ കിട്ടും സ്വലാത്തിൻ്റെ. അത് നിങ്ങളെ ഫോണിൽ അവിടെ സേവ് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ അതെത്തും. നല്ല ക്ലാരിറ്റിയോട് കൂടെ എത്തും ഇൻഷാ അല്ലാഹ്. നിങ്ങളവിടെ പോയി ചെക്ക് ചെയ്താൽ മതി. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് സ്വലാത്തുൽ ഫാത്തിഹാണ്. നമുക്കൊക്കെ അറിയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് എന്തെല്ലാം വാതിലുകളാണോ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടേണ്ടത് ആ വാതിലുകളൊക്കെ തുറന്നിട്ടാൻ കാരണമാകുന്ന സ്വലാത്താണ്. നമ്മളിത് വെള്ളിയാഴ്ച രാവിലാണല്ലോ ചൊല്ലുന്നത്. വെള്ളിയാഴ്ച രാവിലെ ഇത് ചൊല്ലലോടുകൂടെ തന്നെ നമുക്കൊരുപാട് തടസ്സങ്ങളുണ്ട്, അടഞ്ഞു കിടക്കുന്ന ഒരുപാട് വാതിലുകളുണ്ട്. അതൊക്കെ നമുക്ക് തുറന്നു കിട്ടാൻ ഈ ഒരു സ്വലാത്ത് കാരണമാകും. രണ്ടാമത്തെ നമ്മൾ സ്വലാത്ത് നാരിയയാണ് ചൊല്ലുന്നത്. നാരിയത്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴയ കാലം മുതലേ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള സ്വലാത്ത് എന്ന രീതിയിൽ പ്രസിദ്ധമായ സ്വലാത്താണ് സ്വലാത്തു നാരിയ, നാരിയത്തു സ്വലാത്ത് എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം നാരിയത്തു സ്വലാത്തിൻ്റെ പ്രത്യേകത തീ വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്ന, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നേടിയെടുക്കാണ്ടെങ്കിൽ സ്വലാത്തുൻ നാരിയ ചൊല്ലിയാൽ മതി. പഴയ കാലങ്ങളിലൊക്കെ എന്തെങ്കിലും രോഗങ്ങളുണ്ടാകുമ്പോൾ ഡോക്ടർമാരെന്തെങ്കിലും ചെക്കിങ്ങിന് പറയുമ്പോൾ 2 മാസം മെഡിസിൻ കഴിക്കുക, മരുന്ന് കുടിക്കുക, എന്നിട്ട് വന്ന് ചെക്ക് ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു ഉംറക്ക് പോകണം, പക്ഷേ അതിന് വഴികളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു സലാമത്ത് കിട്ടാനൊക്കെ നാരിയത്തു സ്വലാത്ത് 4444 തവണ നേർച്ചയാക്കി ചൊല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ ചൊല്ലുന്നൊരു പതിവുണ്ട്. ആ നാരിയത്തു സ്വലാത്താണ് രണ്ടാമത് നമ്മൾ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന സ്വലാത്ത്. മൂന്നാമത്തെ തിബ്ബു സ്വലാത്താണ്. എല്ലാ സ്വലാത്തും നമുക്കറിയാം എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, നിൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും ഏത് പ്രശ്നങ്ങളുണ്ടോ അതിന് സ്വലാത്ത് മതിയാകുന്നതാണ്. അപ്പോൾ ഏത് പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണെന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ രോഗശിഫായിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്വലാത്താണ് സ്വലാത്തു തിബ്ബ്.
സ്വലാത്തു ഷിഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സ്വാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഗിദാഇഹ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നല്ല ഫലമുള്ള സ്വലാത്താണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ എവിടെയെങ്കിലും മാരകമായ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് പതിവാക്കി നോക്ക്, അതിൽ നിന്നൊക്കെ മോചനം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സ്വലാത്ത് നമുക്കെല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണെങ്കിൽ ഇത് സ്പെഷ്യൽ രോഗശിഫായിന് വേണ്ടി മാത്രമുള്ളൊരു സ്വലാത്താണ്. അപ്പോൾ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച രാവിലെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിൽ അള്ളാഹ് എന്ത് ചോദിച്ചാലും നമുക്ക് നൽകും എന്നുള്ളതാണ്. എന്ത് ചോദിച്ചാലും. പക്ഷെ ആ സമയം എപ്പോഴാണെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. അത് വ്യക്തമാകാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങളൊക്കെ മഹാന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സമയമാണ്, ഒരു 3 മണിക്കാണ്, അല്ലെങ്കിൽ ജുമുഅ നടക്കുന്ന സമയം, ഖത്തീബ് മിമ്പറിൽ ഇരിക്കുന്ന സമയം ഒക്കെയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് പറഞ്ഞ ടൈം എന്ന് സങ്കല്പിക്കുക. എന്നാൽ എന്താ സംഭവിക്കുക, ആളുകളൊക്കെ ബാക്കിയുള്ള സമയങ്ങളിൽ നന്മ പ്രവർത്തനങ്ങളിൽ മുഴുകാതെ ഈ സമയത്താണല്ലോ ദുആക്ക് ഉത്തരം കിട്ടുക. ആ സമയത്ത് മാത്രം പ്രത്യേകമായിട്ട് ഇബാദത്ത് ചെയ്യും. മനസ്സിലായില്ലേ? ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് അറിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സമയങ്ങളൊന്നും ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. കാരണം കഴിയൂല എന്നല്ല, നമ്മളെപ്പോലെ ഈമാൻ കുറഞ്ഞ ആളുകളൊക്കെ, ഇൽമു അമലൊക്കെ കുറഞ്ഞ ആളുകളൊക്കെ അങ്ങനെ ആ സമയം മാത്രം. അപ്പോൾ അള്ളാഹു അങ്ങനെ രഹസ്യമാക്കി വെച്ചതിലും പറഞ്ഞു തരാത്തതിലൊക്കെ ഒരു സിറുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയൊന്ന് ഈ സമയം അറിഞ്ഞു, ഇതേപോലെ ഒരു ളുഹറിൻ്റെ ജുമുഅൻ്റെ ടൈമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് സങ്കല്പിക്കുക. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു സമയം അറിഞ്ഞു, ആ സമയത്തിൻ്റെ പവിത്രത അറിഞ്ഞു, മനസ്സിലാക്കി ദുആക്ക് ഇജാബത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ബോധപൂർവം ഒരു സമയം അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു കുറ്റകരമാണ്. അങ്ങനെ ഒരുപാട് സിറുകൾ അതിലുണ്ട്. നമ്മളതിനെ അന്വേഷിച്ചൊന്നും നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഇത്ര സമയത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ സമയം നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വതക്കകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം മുന്നോട്ട് വരിക. നമ്മളെ കൊണ്ടുള്ളത് ഈ സ്വതക്ക ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, ഉസ്താദ് ഞങ്ങൾക്കതിന് കൊടുക്കാൻ ഞങ്ങളുടെ അടുത്ത് ഇല്ലല്ലോ എന്ന്. അതാണ് പറഞ്ഞത്, ഒരു 10 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ, ബാലൻസ് ഉണ്ടെങ്കിൽ അതിന് 2 രൂപ, 3 രൂപ, 4 രൂപ, 100 രൂപയാണെന്നുള്ളതെങ്കിൽ 10 രൂപ കൊടുക്കുക, സ്വതക്ക കൊടുക്കുക. നമ്മുടെ നാട്ടുംപുറങ്ങളിലും വഴിയോരങ്ങളിലൊക്കെ പാവപ്പെട്ട അതിനർഹതപ്പെട്ട ആളുകളുണ്ട്, അവരിലേക്കത് കൊടുക്കുക. അങ്ങനെ നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സുഹൃതങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തിയാൽ നമ്മൾ വിജയിച്ചു. മുഅ്മിനീങ്ങളെ, വളരെ ചുരുങ്ങിയ സമയമല്ലേ നമുക്ക് ജീവിക്കാനുള്ള അവസരമുള്ളൂ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ആയുസ് എത്രയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കറിയാം, അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസ്സബ്ഈൻ. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അള്ളാഹു ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ നമുക്കുള്ളത് 60ൻ്റെ 70ൻ്റെ ഇടയിലാണ്. ഇന്ന് പുതിയ കാലത്ത് നിങ്ങൾ നോക്കൂ, എത്ര പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. ചെറിയ ചെറിയ രോഗങ്ങൾ വന്ന്, അല്ലേ? അറ്റാക്കൊക്കെ വളരെ പെട്ടെന്ന് 30ലും 40ലും അറ്റാക്ക് വരുന്നു. ഹാർട്ടിന് ബ്ലോക്ക് നീക്കിയിട്ട് വീണ്ടും ഒരു ബ്ലോക്ക് ഉണ്ടായിട്ട് അത് മെഡിസിൻ കഴിച്ച് മാറ്റാൻ വേണ്ടി പറയുന്നു. പ്രമേഹ രോഗികൾ ധാരാളമായിട്ട് വർദ്ധിച്ചു കൊണ്ടുവരുന്നു. നമ്മുടെ പുതിയ കാലത്തെ ജീവിതശൈലിയൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. എന്നാലും പറയുകയാണ്, അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ആയുസുള്ളൂ. ഇനിയുള്ള തലമുറകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് നോക്കൂ, അവർ ഉറക്കം വളരെ കുറവാണ്. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം ധാരാളം കൂടുതലാണ്. ഒരുപാട് ഫാസ്റ്റ് ഫുഡ് നല്ലോണം കൂടുതലാണ്. ജീവിതശൈലി ഇങ്ങനെ നമ്മുടെ മക്കളുടെ പുതിയ തലമുറ വളർന്നു വരുന്ന മക്കളുടെയൊക്കെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ വലിയ രോഗങ്ങൾക്കൊക്കെ അടിമയാകും, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അവരുടെ ജീവിതശൈലി എന്നൊക്കെ ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ കാലം മാത്രമാണ് നമുക്ക് ജീവിക്കാനുള്ള അവസരം. അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ ജീവിക്കുക, സത്യം മാത്രം പറയുക, കളവ് പറയാതിരിക്കുക, ഒരാളെ ഗീബത്തും പറയാതിരിക്കുക, നല്ല പ്രവർത്തനങ്ങളുമായി ഒരാളോട് മനസ്സിൽ വെറുപ്പില്ലാണ്ട് ഒരു സമയം നമുക്ക് ഇവിടുന്ന് പോകണമല്ലോ, അല്ലേ?
നമ്മളിപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മുടെ കൈകളെ കൊണ്ട് തന്നെ ഇത് ഊരാൻ സാധിക്കും, ഇത് അഴിക്കാൻ സാധിക്കും എന്ന് പറയാൻ പറ്റുമോ? അത്ര പോലും പറയാൻ പറ്റാത്തപ്പോൾ ഒരു ഉസ്താദ് മരണപ്പെട്ടത് നമ്മൾ കണ്ടല്ലോ അല്ലേ? വാങ്ങ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് നല്ലൊരു മരണമാണത്. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഭയങ്കര ബേജാറ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ എഴുതി അറിയിക്കാൻ നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.